എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രധാനമായിട്ടും ജനുവരി മാസത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. സംസ്ഥാനത്ത് ജനുവരി മാസത്തെ റേഷൻ വിതരണം ഇപ്പോൾ സജീവമായിരിക്കുകയാണ്. 3 വർഷത്തിന് ശേഷം ഇതാദ്യമായിട്ട് നീല വെള്ള റേഷൻ കാർഡുകാർക്ക് ഈ മാസം മുതൽ ആട്ടയുടെ വിതരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഓരോ താലൂക്കിലെയും സ്റ്റോക്ക് അനുസരിച്ചുകൊണ്ട് 1 മുതൽ 2 പാക്കറ്റ് വരെ ആട്ടയാണ് നീല വെള്ള കാർഡുകാർക്ക് ജനുവരി മാസം മുതൽ അനുവദിച്ചിരിക്കുന്നത്. ഓരോ കിലോ പാക്കറ്റിന് 17 രൂപയാണ് വില വരുന്നത്. ജനുവരി 10 ആഴെങ്കിലും ഭൂരിഭാഗം റേഷൻ കടകളിലും നീല വെള്ള കാർഡുകാർക്കുള്ള ആട്ട സ്റ്റോക്ക് ഇതുവരെ എത്തിയിട്ടില്ല. വരുന്ന ആഴ്ചകളിൽ ഈ ഒരു പുതിയ സ്റ്റോക്ക് എത്തുമെന്നാണ് കരുതുന്നത്. അതേസമയം സംസ്ഥാനത്തെ നിലവിലുള്ള നീല വെള്ള റേഷൻ കാർഡുകാർക്ക് അനുകൂലമായിട്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ ഭക്ഷ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വന്നിരിക്കുകയാണ്. സംസ്ഥാനത്ത് അർഹരായിട്ടുള്ള മുഴുവൻ കുടുംബങ്ങൾക്കും മുൻഗണന റേഷൻ കാർഡുകൾ, അതായത് പിങ്ക് റേഷൻ കാർഡുകൾ ലഭ്യമായെന്ന് ഉറപ്പുവരുത്തുവാൻ സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ അറിയിച്ചിരിക്കുകയാണ്. ഇതിനായിട്ട് ഓൺലൈനായിട്ട് അപേക്ഷ വയ്ക്കുവാൻ ഈ മാസം തന്നെ വീണ്ടും അവസരം നൽകുന്നതാണ്. നിലവിലെ നീല വെള്ള റേഷൻ കാർഡുകാരിൽ നിന്ന് ഓൺലൈനായിട്ട് ലഭിച്ച 39,682 അപേക്ഷകളിൽ അർഹതപ്പെട്ടവർക്ക് ജനുവരി 15 മുമ്പായിട്ട് തന്നെ PH പിങ്ക് കാർഡുകൾ വിതരണം ചെയ്യുന്നതാണ്. 2026 ജനുവരി 31 മുമ്പായിട്ട് അർഹരായിട്ടുള്ള എല്ലാ കുടുംബങ്ങൾക്കും പിങ്ക് കാർഡിനായിട്ട് ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും മന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. ജനുവരി മാസത്തിൽ നീല റേഷൻ കാർഡിന് ഓരോ അംഗത്തിനും 2 കിലോ അരി മാത്രമാണ് ലഭിക്കുന്നത്. വെള്ള റേഷൻ കാർഡിന് ആകെ ലഭിക്കുന്നതും 2 കിലോ അരി മാത്രമാണ്. അതേസമയം സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി നീല വെള്ള റേഷൻ കാർഡുകൾ ഉൾപ്പെടെയുള്ള എല്ലാ റേഷൻ കാർഡിനും 20 കിലോ അരി കിലോയ്ക്ക് 25 രൂപ നിരക്കിലെ സ്റ്റോക്കുള്ള ഔട്ട്ലെറ്റുകളിൽ നൽകുന്നുണ്ട്. അത് പച്ചരിയോ പുഴുക്കലരിയോ ഇഷ്ടമുള്ള രീതിയിൽ വാങ്ങാവുന്നതാണ്. റേഷൻ കാർഡുകളിലൂടെ വിതരണം ചെയ്യുന്ന അരി തന്നെയാണിത്. ഇതുകൂടാതെ ജയ, മട്ട, കുറുവ അരി എന്നിവ ഓരോ കാർഡിനും 8 കിലോ വരെ സബ്സിഡി നിരക്കിൽ എല്ലാ മാസവും സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി റേഷൻ കാർഡ് ഉടമകൾക്ക് നൽകുന്നുണ്ട്. മാസത്തിലെ 1 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിൽ 4 കിലോയും 15 മുതൽ മാസാവസാനം വരെയുള്ള ദിവസങ്ങളിൽ മറ്റൊരു 4 കിലോയും എന്ന രീതിയിലാണ് നൽകുന്നത്. ഇതുൾപ്പെടെ 13 ഇനം സബ്സിഡി പലവ്യഞ്ജന സാധനങ്ങളാണ് എല്ലാ റേഷൻ കാർഡ് ഉടമകളും സപ്ലൈകോ വഴി വിലക്കുറവിൽ സ്റ്റോക്ക് ഉള്ളതനുസരിച്ച് എല്ലാ മാസവും ലഭിക്കുന്നത്. സബ്സിഡി ഇല്ലാത്ത നിത്യ ഉപയോഗ സാധനങ്ങളും വിലക്കുറവിലും ഓഫറുകളിലും സപ്ലൈകോ വഴി ലഭ്യമാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ പുതുതായിട്ട് പ്രഖ്യാപിച്ച മാസം 1000 രൂപ വീതം ലഭിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നതിന് മഞ്ഞ റേഷൻ കാർഡ്, പിങ്ക് റേഷൻ കാർഡ് എന്നിവയിൽ അംഗമാകേണ്ടതാണ്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട മാനദണ്ഡമാണ്. നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കില്ല. അതിനാൽ തന്നെ പിങ്ക് റേഷൻ കാർഡിന് അർഹതയുള്ളവർ ഈ മാസം തന്നെ അപേക്ഷ ക്ഷണിക്കുമ്പോൾ നിങ്ങളുടെ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അങ്ങനെ നിങ്ങളുടെ നീല അല്ലെങ്കിൽ വെള്ള, പിങ്ക് റേഷൻ കാർഡായി മാറ്റിയാൽ മാസം 1000 രൂപ വീതം ലഭിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷനും അപേക്ഷിക്കാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.